ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യയുടെയും അനുവിൻ്റെയും പെരുമാറ്റത്തിൽ ദേവിക്കും മീനുവിനും നല്ല സംശയം തോന്നുവാണ്. അനുവും സുകന്യയും കൂടി എന്തൊക്കെയോ ഒപ്പിച്ച് വെക്കുന്നുണ്ട്. ഇവരെ മറച്ചു വെച്ചുകൊണ്ട് എന്തോ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തണം എന്നവർ തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പം സുകന്യ പേര് മാറ്റി പറയുമ്പോൾ തന്നെ മീനു ചോദിക്കുന്നുണ്ട്, അല്ല സുകന്യ ചേച്ചി എന്നോട് ആദ്യം ഈ പേരല്ലല്ലോ പറഞ്ഞത് എന്ന് ചോദിക്കാം. അപ്പം സുകന്യ കിടന്ന് തപ്പി തടയൂട്ടോ. അത് പിന്നെ അപ്പം അനു ചാടിക്കയറി പറയും, മീനു ചേച്ചി നീള എന്നല്ല നീനു എന്ന് എൻ്റെ കൂട്ടുകാരുടെ പേര്. ഞാൻ അങ്ങനെയാണല്ലോ സുകന്യ ചേച്ചിയോട് പറഞ്ഞത്. പിന്നെ സുകന്യ ചേച്ചി എന്താ ഇപ്പം നീള എന്ന് പറഞ്ഞു? ഓ അനുമോളെ, നീ അങ്ങനെയായിരുന്നോ പറഞ്ഞത്? ഞാനിപ്പോൾ പെട്ടെന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ മറന്നു പോയതാ. അല്ല, ഞാൻ മീനാക്ഷിയോട് കറക്റ്റായിട്ട് നീനു എന്ന് തന്നെയല്ലേ പറഞ്ഞത്? ഓ എൻ്റെ ഒരു കാര്യം, ഇത്രയും ഗൗരവത്തിലുള്ള കാര്യമൊന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ മറന്നു പോയത്. എന്നോട് ക്ഷമിക്ക് അനുമോളെ എന്ന് പറയണം. ഓ അതൊന്നും സാരമില്ല, എന്തായാലും ഞങ്ങൾ ഇവിടേക്ക് വന്നല്ലോ എന്ന് അനുവിനോട് ചോദിക്കുക. ആ വന്നു. അല്ല ഷോപ്പിംഗ് ഒക്കെ ഗംഭീരമായിട്ട് നടത്തിയോ എന്നപ്പം മീന് ചോദിക്കും കേട്ടോ. ആ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു അല്ലേ സുകന്യ ചേച്ചി എന്നപ്പം അനു ചോദിക്കും കേട്ടോ. ആ അതെ, അനുമോള് പറഞ്ഞതുപോലെ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നാലും സാധനങ്ങളൊക്കെ മേടിച്ചു. അല്ല അനുമോളെ, കേക്കൊക്കെ മുറിച്ച് ഫംഗ്ഷനൊക്കെ അടിപൊളിയായിരുന്നോ? അത് പിന്നെ മീനു ചേച്ചി, ഞാൻ അധിക സമയമൊന്നും അവിടെ നിന്നില്ലെന്നേ. കേക്ക് മുറിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ സുകന്യ ചേച്ചി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണല്ലോ എന്നോർത്ത് കടയിലേക്ക് ഞാൻ പോന്നു എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മീനാക്ഷി ചോദിക്കും, അല്ല സുകന്യ ചേച്ചി ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിർത്തിയെന്നാണല്ലോ പറഞ്ഞത്, നീ പെട്ടെന്ന് തന്നെ അപ്പോൾ പോന്നോ എന്ന് ചോദിക്കുക. അപ്പം സുകന്യ പറയും, അയ്യോ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു, അവിടുന്ന് തിരിച്ച് ഇവിടെ എത്തണ്ടേ, അത്രയും സമയം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നു എന്ന് ഉദ്ദേശിച്ചത് എന്ന് സുകന്യ പറയൂ കേട്ടോ. ഓ അങ്ങനെ എന്നപ്പം മീനു പറയേ, എന്നാൽ ശരി ഞങ്ങൾ ആകെ ക്ഷീണിച്ചു, അകത്തേക്ക് എന്നാൽ പോട്ടെ എന്നും പറഞ്ഞ് സുകന്യ കൂടുതലൊരു ചോദ്യോത്തരത്തിന് നിന്ന് കൊടുക്കാതെ റൂമിലേക്ക് കയറി പോവാ. ഇത് സമയം അനുവും റൂമിലോട്ട് പോവും. അപ്പം ദേവി ചോദിക്കും, എന്താ മീനു, നിനക്ക് എന്താ തോന്നുന്നത്? ഇവർ രണ്ടുപേരും നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം മീനു പറയും, ദേവിയെടുത്ത് പറഞ്ഞ രീതി അനുസരിച്ചാണെങ്കിൽ ഇവരിൽ എന്തോ കള്ളത്തരമുണ്ട്. കണ്ടില്ലേ, സുകന്യ ചേച്ചിയുടെ മുഖത്തും അനുവിൻ്റെ മുഖത്തും നല്ല പതർച്ച ഉണ്ടായിരുന്നു. അനു നമ്മുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നാലും അവളുടെ മുഖമൊക്കെ വേർക്കുന്നുണ്ടായിരുന്നു. അതുപോലെ സുകന്യ ചേച്ചിക്കും നന്നായിട്ട് പതരുന്നുണ്ടായിരുന്നു എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ദേവി പറയും, നീ ഉറപ്പിച്ചോ മീനു, അവർ നമ്മളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. കാരണം അവരുടെ ആൻസറുകളൊക്കെ ഒന്ന് ആലോചിച്ച ശേഷമായിരുന്നു. അതുമാത്രമല്ല മുഖത്ത് കള്ളം ചെയ്യുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു താനും. അതുകൊണ്ട് നമുക്ക് കണ്ണു അടച്ച് അവരെ അങ്ങ് വിശ്വസിക്കാൻ വരട്ടെ. രണ്ടുപേരും എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. സുകന്യ ചേച്ചി അനുവിനെയും കൂട്ടി ഇതിമാത്രം എന്തോ വലിയ കാര്യം ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യം എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും മീനു പറയും, ആ അത് ദേവിയെടുത്ത് പറഞ്ഞത് സത്യമാണ്. സുകന്യ ചേച്ചി ഒരു കാര്യമില്ലാതെ അനുവിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ. അപ്പം ദേവി പറയും, അത് സത്യമാണ്, ഈ കുടുംബത്തിന് നല്ല കാര്യം എന്തേലും സുകന്യ ചേച്ചി ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മളോട് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ആലോചിക്കേണ്ട. ഇതിപ്പം നമ്മളെല്ലാം മറച്ചു വെച്ച് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ അനുമോളെയും കൂടി അത് ബാധിക്കുന്ന കാര്യമായിരിക്കുമെന്ന് ദേവി മീനാക്ഷിയോട് പറയണേ കേട്ടോ. ഇതേ സമയം സുകന്യാണെങ്കിൽ റൂമിൽ ചെന്ന് കഴിഞ്ഞ് ദേഷ്യത്തോടെയാ സാധനങ്ങളെല്ലാം ബെഡിലേക്ക് വലിച്ചെറിയോ. ഒരു മീനാക്ഷി, അവളുടെ ചോദ്യം ചെയ്യൽ കണ്ടില്ലേ? അവളാര്, പോലീസുകാരിയോ? അവർക്ക് പോലും കാണില്ല ഇത്രയ്ക്ക് സംശയങ്ങൾ. ജസ്റ്റ് അവളുടെ അടുത്തു നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ഇവളെ സൂക്ഷിക്കണം. ഇവളെ ഞാൻ വിചാരിച്ചത്ര പാവമൊന്നും അല്ല, നല്ല ബുദ്ധിമതി തന്നെയാ. കണ്ടില്ലേ, തിരിച്ചും മറിച്ചും പോലീസുകാർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ചോദിച്ച് കള്ളത്തരം ഉണ്ടോ എന്ന് അവൾ കണ്ടെത്താൻ ശ്രമിച്ചത്. അവൾ എന്നെ അത്രയ്ക്കങ്ങ് വിശ്വസിച്ചിട്ടൊന്നുമില്ല, എന്തോ സംശയം ഉണ്ട് അവൾക്ക് എന്നൊക്കെ സുകന്യ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ മീനാക്ഷി വാതിൽ തട്ടുന്നത്. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ മീനാക്ഷി, ഓ പിന്നെ ഇവൾ എന്തിനാണോ ഇങ്ങോട്ട് വന്നത് എന്ന് സുകന്യ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. കയറി വാ മീനാക്ഷി എന്ന് പറയും. അല്ല സുകന്യ ചേച്ചി, ആകെ ക്ഷീണിച്ച് നിൽക്കുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കും. അതെ, എന്താ വെയിലും കൊണ്ട് വന്നതുകൊണ്ട് ഞാൻ അപ്പടി ക്ഷീണിച്ചു, ഒന്ന് ഫ്രഷ് ആവാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോഴാ മീനും ഇങ്ങോട്ട് കയറി വന്നത്. അല്ല സുകന്യ ചേച്ചി, എന്തെങ്കിലും കള്ളം ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കാം. ഞാനെന്ത് കള്ളം ചെയ്യുന്നത് പോലെ ഉണ്ടെന്നാ? ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, മീനാക്ഷി വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറയാം. ഏയ് ഞാനങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഞാൻ അവിടെ വെച്ച് കണ്ടത് അനുവിന് തന്നെയാണെന്ന് എനിക്കിപ്പോൾ നല്ല ഉറപ്പായി. ചേച്ചി അനുമോളോട് ചേർന്ന് എന്നോട് കള്ളം പറഞ്ഞതാണെന്നും എനിക്ക് മനസ്സിലായി. അല്ല എന്തിനാ ഇനി കള്ളം പറഞ്ഞതെന്നൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് മീനാക്ഷി പറയൂ കേട്ടോ. അത് കേൾക്കുമ്പോൾ സുകന്യ പറയും, ആ കള്ളം ചെയ്യുന്നതൊക്കെ കണ്ടുപിടിക്കുന്ന വളരെ നല്ലതാ മീനാക്ഷി.
മീനാക്ഷി. എതിരെ നിൽക്കുന്നവർക്കും കൂടി ബുദ്ധിയുണ്ടെന്ന് അപ്പം ചിന്തിക്കണം. എതിരെ അത്ര മണ്ടന്മാരൊന്നും അല്ല നിൽക്കുന്നത്, അവർക്കും നല്ല ബുദ്ധിയുണ്ട്. അതെപ്പോഴും മീനാക്ഷി ചിന്തയിൽ വെച്ചാൽ മതി എന്ന് പറയാം. ഉറപ്പായിട്ടും ചേച്ചി, കള്ളം പറയുന്നവരെയൊക്കെ കണ്ടെത്താനായിട്ട് ഈ മീനാക്ഷിക്ക് ഒരു പ്രത്യേക കഴിവാ. കാര്യകാരണ സഹിതം ഞാൻ എന്തായാലും കണ്ടെത്തിക്കോളാം. അപ്പോഴും നമുക്ക് നേർക്കുനേർ നിന്ന് ഇതുപോലൊന്ന് സംസാരിക്കണം. ആയിക്കോട്ടെ, മീനാക്ഷി എന്ത് വേണേലും കണ്ടെത്തിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ കള്ളം ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിൽ ശരി മീനാക്ഷി, എനിക്ക് ആകെ ക്ഷീണം, ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ എന്നും പറയട്ടോ. അപ്പം എങ്ങനെയെങ്കിലും മീനു അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് സുകന്യ സംസാരിക്കുന്നതെന്ന് മീനുവിനും ബോധ്യപ്പെടുക. ആയിക്കോട്ടെ ചേച്ചി, ക്ഷീണിച്ച് വന്നതല്ലേ, ഫ്രഷ് ആവാൻ നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് മീൻ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോവാം. അപ്പം സുകന്യ പറയും, ഹോ ഇവളെ കൊണ്ട് തൊല്ലയായല്ലോ, ഇത് നല്ല ശല്യം തന്നെയാണ്. ഇവളെ ഈ വീട്ടിൽ നിർത്തുന്നത് എനിക്കത്ര നല്ലതല്ല. ആദ്യം ഇവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ തയ്യാറാക്കണം. കാരണം മറ്റുള്ളവരെ പോലെയല്ല, ഇവർക്ക് കൂർമ്മ ബുദ്ധിയാണ്. ഇവൾ എന്തിനേലും പിന്നാലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തും. ആ മിത്രയെ കൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വാക്കിന് ഇങ്ങോട്ട് പറയുമെന്നല്ലാതെ അവൾ അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങത്തൊന്നുമില്ല. പക്ഷെ അവളെ പോലല്ല ഇവൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നവളല്ല. പക്ഷെ സംശയം തോന്നിയാൽ പടലം ഇവള് കണ്ടെത്തുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവളെ അങ്ങനെ ഇപ്പം നിർത്താനായിട്ട് പറ്റില്ല. ഈ കുടുംബത്തിൽ നിന്ന് ഇവള് ഇറങ്ങിയില്ലെങ്കിൽ എൻ്റെ നിലനിൽപ്പ് കുറച്ച് പ്രശ്നത്തിലാകും. അതിനുവേണ്ടി എന്താണെന്ന് വെച്ചാൽ ഉടനെ തന്നെ ചെയ്യണം എന്നൊക്കെ സുകന്യ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് നമ്മുടെ സുകന്യയ്ക്ക് ഉദയഭാനുവിൻ്റെ കോൾ വരുന്നത്. അത് കാണുമ്പോൾ തന്നെ സുകന്യ, ഹോ ഉദയഭാനു സാർ എന്താ പോലെ വിളിക്കുന്നത്, ആ സിംഗപ്പൂർ ലൈസൻസ് ശരിയായി കാണും, അതുകൊണ്ടായിരിക്കും സാറ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുക. ഉദയഭാനു സാർ, ഞാൻ സാറിനെ വിളിക്കണമെന്ന് കരുതിയിരുന്നതാ, പിന്നെ സാർ ഇവിടെ കാണില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിളിച്ച് ശല്യം ചെയ്യാതിരുന്നത്. എന്തായി സാർ, ആ ലൈസൻസിൻ്റെ കാര്യം നടന്നോ എന്ന് ചോദിക്കാം. സുകന്യ, അത് പറയാനായിട്ടാണ് ഞാൻ വിളിച്ചത്. അത് ലൈസൻസിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല, ഉടനെ തന്നെ സിംഗപ്പൂർ ലൈസൻസ് സുകന്യയുടെ കയ്യിൽ കിട്ടും എന്ന് പറയാം. അതെയോ, അത് കേട്ടാൽ മതി സാർ. ഒരു 2 ലക്ഷം രൂപയും കൂടി എക്സ്ട്രാ എനിക്ക് കൊടുക്കേണ്ടി വന്നു കേട്ടോ എന്ന് പെട്ടെന്ന് ഉദയഭാനു പറയും. എന്താ സാർ ഉദ്ദേശിക്കുന്നേ? അല്ല, സുകന്യ തന്ന 10 ലക്ഷം പോരാതെ വന്നേ, പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപയും കൂടി എടുത്തു കൊടുത്താണ് സിംഗപ്പൂർ ലൈസൻസ് മേടിക്കേണ്ട കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടിങ്ങ് പോകുന്നത്. അത് സാരമില്ല സാർ, സാറിന് ചിലവായ കാശ് എത്രയാണെന്ന് വെച്ചാൽ അത് ഞാൻ തന്നോളാം എന്ന് സുകന്യ പറയുക. അയ്യോ, ആ കാശ് സുകന്യ തരണമെന്നൊന്നും എനിക്കില്ല, അത് തന്നില്ലേലും ഒരു കുഴപ്പമില്ല. എനിക്ക് ഈ ലക്ഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമാണെന്ന് സുകന്യയ്ക്ക് അറിയാലോ. അങ്ങനെയല്ല സാർ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഉപകാരം ചെയ്യുമ്പം സാറിന് നഷ്ടം സംഭവിക്കാൻ ഒരിക്കലും പാടില്ല എന്ന് സുകന്യ ഉദയഭാനുവിനോട് പറയാണ് കേട്ടോ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുവാണേ. അപ്പോൾ സുകന്യയ്ക്ക് വളരെ സന്തോഷമാവും. അടുത്ത വർഷം ഈ സമയം ആകുമ്പോൾ ഞാനൊരു വലിയ ബിസിനസ്സുകാരിയായി മാറും, ഈ വീട്ടിൽ നിന്ന് പോകണം, അടുത്ത വർഷം ഞങ്ങൾ സിംഗപ്പൂരിലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. സുകന്യ ഇങ്ങനെ ചിന്തിക്കുക, അയ്യോ ഇനി 2 ലക്ഷം രൂപ ഉണ്ടാക്കണമല്ലോ, ഉദയഭാനു സാറിന് 2 ലക്ഷം രൂപ കൊടുക്കണമല്ലോ. രാജശ്രീ ചേച്ചിയോട് ചോദിക്കാം എന്ന് പറഞ്ഞ് കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുക. എന്താടി കാര്യം എന്നപ്പോൾ ചോദിക്കുക. ചേച്ചി ഇങ്ങ് വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാറുണ്ട്. ചേച്ചി എത്രയും പെട്ടെന്ന് അനുശ്രീ ഈ കൃഷ്ണമംഗലത്ത് വരണം, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. അലോകനോട് പറഞ്ഞായിരുന്നു നീ അനുശ്രീയുമായിട്ട് സംസാരിക്കാൻ അവന് അവസരം ഉണ്ടാക്കി കൊടുത്തെന്ന്. അല്ലാതെ അവളുടെ വീട്ടിലിരുന്നാലേ അവളുടെ മനസ്സ് മാറിപ്പോകും. അല്ലെങ്കിൽ തന്നെ അച്ഛ അമ്മ ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ ചാകുന്ന പെണ്ണ അവള്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവളുടെ മനസ്സ് മാറും, അലോകിനോടുള്ള സ്നേഹമൊക്കെ പമ്പ കടക്കുകയും ചെയ്യും. അങ്ങനെ വരാതിരിക്കാനാണ് ഞാനിന്നിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. അവളുടെ കൂടെ എന്തിനും ഞാനുണ്ടെന്നൊരു തോന്നൽ അവൾക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ധൈര്യമൊക്കെ ആയിട്ടുണ്ട് പെണ്ണിന്. മീനാക്ഷിയോടൊക്കെ ഇന്ന് കള്ളം പറഞ്ഞത് കാണണമായിരുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നത്? മീനാക്ഷിയോട് എന്തിനാ കള്ളം പറഞ്ഞതോ? അത് അലോക് പറഞ്ഞില്ലായിരുന്നോ ചേച്ചിയോട്? ഞങ്ങളെ ഇന്ന് ആ മീനാക്ഷി കണ്ടിരുന്നേ, അവൾക്കൊരു സംശയമേ ഉള്ളൂ അനു ആണോ അതെന്ന്. പക്ഷേ അവളിന്ന് ഭയങ്കര ചോദ്യം ചെയ്തലായിരുന്നു. അവളെ എത്രയും പെട്ടെന്ന് ആ ദേവമംഗലത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാക്കും എന്ന് പറയാം. അവള് എനിക്കൊരു ഭീഷണി തന്നെയാണ് ചേച്ചി. അവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, കാഞ്ഞ ബുദ്ധി അവൾക്ക്. എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അടിവേര് വരെ ഇളക്കുന്ന രീതിയിൽ അവളുടെ അന്വേഷണം. അവളുടെ മുന്നിൽ ഞാനും ഇന്നൊന്ന് പതറിപ്പോയെന്ന് എന്ന് പറയാം. എന്ത്, നീ അവളുടെ മുന്നിൽ പതറിപ്പോകുകയോ? അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ എന്ന് ചോദിക്കാം. അങ്ങനെ സംഭവിച്ചു എന്ന് പറയാണ്. അപ്പം രാജശ്രീ ചോദിക്കും, അല്ല വിൽപത്രത്തിൻ്റെ കാര്യം എന്തായി? ഗോമതി നിന്റെ വഴിക്ക് വന്നോ? അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. വിൽപത്രം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി എഴുതി തരികയും ചെയ്യും. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. ദേ ചേച്ചി, എൻ്റെ ഡ്യൂട്ടി കൂടി വരിക. അപ്പം നമുക്ക് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ദേവമംഗലത്ത് ചെയ്ത് തീർക്കാനുള്ളത്.
പറയാനുള്ളത്. ആദ്യത്തെ കാര്യം, ആ അനുശ്രീ ഈ കൃഷ്ണമംഗലത്തെ മരുമോളായിട്ട് വരണം. രണ്ടാമത്തെ കാര്യം അറിയാലോ, ആ മീനാക്ഷി അവൾ എനിക്കൊരു ശല്യമാണ്. അവളെ എന്നേക്കുമായിട്ട് ദേവമംഗലത്ത് നിന്ന് പടിയിറക്കണം. പിന്നെ വിൽപത്രത്തിൻ്റെ കാര്യം, അതും ഉടനെ തന്നെ ഞാൻ ഡീലാക്കി തരുന്നുണ്ട്. പക്ഷേ ചേച്ചി, എനിക്ക് കുറച്ച് കാശിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അപ്പം രാജശ്രീ ചോദിക്കും, കാശോ? നിനക്ക് 10 ലക്ഷം രൂപ ഞാൻ തന്നതല്ലേ, ഇനി എന്തിനാ കാശ്? അത് ചേച്ചി, ഒരു 2 ലക്ഷം രൂപയുടെ കൂടി എനിക്ക് ആവശ്യമുണ്ട്. ഇത്രയും വലിയ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പം എന്നെയും അതനുസരിച്ച് ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് മറക്കരുത്. പിന്നെ ഇതൊക്കെ നടന്നു കാണണമെന്ന് എനിക്ക് ഒരാവശ്യമില്ല, വേണമെങ്കിൽ മതി എന്ന് സുകന്യ പറയാണ് കേട്ടോ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ സംസാരം കേൾക്കുന്ന മറ്റൊരാളൂടെ ഉണ്ട്, നമ്മുടെ ഇന്ദ്രാമ്മ. ഇതെല്ലാം അവരുടെ റൂമിൻ്റെ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ഇന്ദ്രാമ്മ ഞെട്ടിത്തരിച്ച് നിൽക്കുക. സുകന്യയുടെ ഇത്രയും ചതി നിറഞ്ഞൊരു മുഖം തിരിച്ചറിയുന്ന ഇന്ദ്രാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല. ദേവമംഗലത്തെ മുഴുവൻ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് സുകന്യ എന്ന തിരിച്ചറിവ് ഇന്ദ്രാമ്മയ്ക്ക് ഉണ്ടാവുക. തൻ്റെ ഗോമതിയുടെ ജീവിതത്തോടൊപ്പം തൻ്റെ ധർമ്മൻ്റെ ജീവിതവും നശിക്കുവാണല്ലോ എന്നോർത്ത് എന്ത് ചെയ്യണം, ഇത് ആരോട് പറയണമെന്നറിയാം ഇന്ദ്രാമയാണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രാമ ആകെ സങ്കടപ്പെട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വരുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കും.